ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8-ലെ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3rd ചാപ്റ്റർ ഒക്കെ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം ഇപ്പൊ പീരിയോഡിക് ടെസ്റ്റ് ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തീർത്തു. അടുത്തത് നമ്മൾ എന്തിലേക്ക് കയറുവാണ്? ക്വാഡ്രിലാറ്ററൽസിലേക്ക് കയറുവാണ്. അപ്പൊ നമുക്ക് അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ എന്താ ക്വാഡ്രിലാറ്ററൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? എന്താ ഒരു 4 സൈഡഡ്, സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 4 സൈഡഡ് പോളിഗൺ അല്ലെ? എന്താ പറയുന്നത്? 4 സൈഡഡ് പോളിഗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. എന്ത് പറയാം നമുക്കിത്? ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ? ഇതെല്ലാം എന്തിലാ വരുന്നത്? 4 സൈഡഡ് പോളിഗണിൽ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് പോളിഗൺ? എന്താ പോളിഗൺ? എന്താ പോളിഗൺ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയാം? എന്നാ നമുക്ക് പോളിഗണിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാവുന്നേ? സിമ്പിൾ ക്ലോസ്ഡ് കർവ്, സിമ്പിൾ ക്ലോസ്ഡ് curve made up of line segment. ലൈൻ സെഗ്മെന്റ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്ലോസ്ഡ് കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോളിഗൺ എന്ന് പറയുന്നത് അല്ലെ? പോളിഗൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതൊരു പോളിഗൺ ആണോ? ഇതൊരു പോളിഗൺ ആണോ? അല്ല, ഒരിക്കലും എന്ത് ചെയ്യില്ല, അവര് ഇന്ററാക്ട് ചെയ്യില്ല, ഇന്റർസെക്ട് ചെയ്യില്ല കേട്ടോ. ഇവിടെ എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. അപ്പൊ ഇത് നമുക്കൊരു പോളിഗൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇതൊരു ക്ലോസ്ഡ് കർവ് അല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ ആദ്യം പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ട്രയാങ്കിൾ, 3 സൈഡഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. 4 സൈഡഡ് ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ പറയും. 5 സൈഡഡ് വരുമ്പോൾ നമ്മൾ പഠിച്ചു 6, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ടൻ, അണ്ണഡെക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണല്ലേ. അപ്പൊ അതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. എല്ലാ ക്ലാസ്സിലും നമുക്ക് വേണ്ടതാണ്. പെന്റ്, ഹെക്സ്, ഹെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിലുള്ളതാണ് ഡയഗണൽസിനെ പറ്റി പഠിക്കാനുണ്ട് അല്ലെ? ഡയഗണൽസിനെ പറ്റി 2 ടൈപ്പ് ഓഫ് ഡയഗണൽസ് നമ്മൾ പറയുന്നുണ്ട്. എന്താ ടൈപ്പ് ഓഫ് ഡയഗണൽസിൽ പറയുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത്. എന്തൊക്കെയാ? കോൺവെക്സ് ഉണ്ട്, കോൺകേവ് രീതിയിൽ നമ്മൾ പറയും അല്ലേ? 2 ടൈപ്പ് പോലെ പറയത്തില്ലേ? കോൺവെക്സ്, കോൺകേവ് നമ്മൾ പറയും. ടൈപ്സിൽ പറയാം. ബേസ്ഡ് ഓൺ ഡയഗണലിന്റെ കാര്യത്തിലാണ് നമ്മൾ അതിനെ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നത്, കോൺവെക്സും കോൺകേവും. കോൺവെക്സും കോൺകേവും. ഒന്ന് എന്ന് പറയുന്നത് എന്താ? ഡയഗണല് ഉള്ളിലേക്കുള്ള ആളായിരിക്കും. ഒരെണ്ണം ഡയഗണല് ഉള്ളിലേക്കായിരിക്കും, ഒരു പോളിഗണിന്റെ ഉള്ളിലായിരിക്കും ഡയഗണൽ. അല്ലെങ്കിലോ ഒരു പോളിഗണിന്റെ പുറത്തായിരിക്കും ഡയഗണൽ. ഒരു പോളിഗണിന്റെ പുറത്തായിരിക്കും എന്തുണ്ടാവുക? ഡയഗണൽ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. അതേപോലെ ഈ ചാപ്റ്ററിൽ പാരലലോഗ്രാംസിനെ പറ്റി, റോംബസിനെ പറ്റി, കൈറ്റിനെ പറ്റി, ഷേപ്പ് ആണ് കേട്ടോ, കൈറ്റ് ഷേപ്പിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ആംഗിൾസും പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? സം ഓഫ് ദ exterior angle of a polygon is equal to 360 degree. Sum of the exterior angle of a polygon എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഇതിന്റെ ഔട്ടറിലുള്ള ആംഗിൾസ് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ സം ചെയ്താൽ കിട്ടേണ്ടത് എത്രയാണ്? എത്ര കിട്ടണ്ടേ? നോക്കി, ഒരു ട്രയാങ്കിൾ തന്നെ നമുക്ക് കൊടുക്കാം. ഇങ്ങനെ വന്നാൽ ദേ ഇവിടെ എ
നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി, അപ്പുറത്ത് തന്നിട്ടുണ്ട് സി. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താ? 360 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇതാണ് നമുക്ക് ആൻസർ വരും. ഓക്കെ, ഇതാണ് ഈ ഒരു പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി? 3 ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ എത്രയുണ്ടോ ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ, ഈ ഒരു ട്രയാങ്കിൾ മാത്രമല്ല ഏതൊരു പോളിഗൺ ആയിക്കോട്ടെ, ഹെക്സഗൺ ആയിക്കോട്ടെ, ഹെപ്റ്റഗൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നതിന്റെ സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളോട് തിയറി അല്ല കൂടുതലും ചോദിക്കുന്നത്, പ്രോബിൾ ആണ്. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് ആവശ്യമാണ് കേട്ടോ. അപ്പൊ അടുത്ത് നോക്കി ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ട്, ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഫൈൻഡ് എക്സ്. ഫൈൻഡ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, എങ്ങനെ ചെയ്യാം? നമുക്ക് എല്ലാവരും ആദ്യമേ തന്നെ ഇത് എഴുതണം. ദ സം ഓഫ്, എല്ലാ ക്വസ്റ്റ്യന്റെ ഇങ്ങനത്തെ ടോപ്പിൽ തന്നെ നിങ്ങൾ എന്ത് എഴുതണം? ദ സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് എഴുതണം. 360 ഡിഗ്രി. ഇനി ഏതൊക്കെ ഇവിടെ ഉള്ളത്? 125 പ്ലസ് 125 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇതെല്ലാം ഡിഗ്രീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എക്സ് കണ്ടുപിടിക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? 125 പ്ലസ് 125 ആഡ് ചെയ്യുക. 250 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എക്സിനെ അവിടെ നിർത്തിയിട്ട് ഇയാൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 250. എത്രയാണ് ആൻസർ വരുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. 110 ഡിഗ്രി. അപ്പൊ ഇതാണ് നമുക്ക് ആൻസർ വരുന്നത് കേട്ടോ. എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ, എല്ലാ പോളിഗൺസിന്റെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ആഡ് ചെയ്യുക. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമല്ലോ. എക്സ് വരും. പിന്നെ നമ്മൾ ആ ഒരു എണ്ണത്തിനെ സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് 110 ഡിഗ്രി എന്ന് കിട്ടും. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്ത് തന്നെയാണ് വരുന്നത്? 360 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് എക്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് എക്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നേരത്തെ എന്താ ട്രയാങ്കിൾ, ഇപ്പൊ ഒരു 4 സൈഡഡ് ക്വാഡ്രിലാറ്ററൽ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞ എല്ലാവരും എഴുതുമ്പോൾ ഇത് തന്നെ എഴുതണം. ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്നോ ഈസോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ. 360 ഡിഗ്രി എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് ഒക്കെ ഒന്ന് നോക്കിക്കേ. 90 ഡിഗ്രി. ഇപ്പൊ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിൽ ഈ 90 ഡിഗ്രി എന്ന് തരത്തില്ല. പകരം ദേ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ സ്ക്വയർ പോലത്തെ ഈ ഒരു ലൈൻ ഇട്ട് വെക്കും. ഇത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് ചിന്തിക്കണം? ഇവിടത്തെ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് ചിന്തിക്കണം. ചില ക്വസ്റ്റ്യനിൽ തരത്തില്ല. അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിക്കണം. ഇത് 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞ് ഇട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇനി നോക്കിക്കേ, 90 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി പ്ലസ് 110 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 360 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. 360 ഡിഗ്രി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കേ. 90 പ്ലസ് 50 പ്ലസ് 110 250 എന്ന് കിട്ടി അല്ലേ? 250 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? 360 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോ ഇനി എക്സിനെ എടുക്കണം. എക്സിനെ അവിടെ നിർത്തിയിട്ട് 250 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 250 മൈനസ് 250 ആവും. 360 മൈനസ് 250 കൊടുക്കണം. ആൻസർ എന്താണ് വരുന്നത്? 110 ഡിഗ്രി എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, 110 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 110 110 ഡിഗ്രിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെയും കൂട്ടുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും?
60 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് നോക്കുക. ദ സം ഓഫ് ദ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ആംഗിൾ മെഷേഴ്സ് എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് എന്താ? ഉള്ളിലെ ആംഗിൾ ആണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ കാര്യത്തില് എല്ലാത്തിന്റെ അല്ല, ദ interior angle sum of a quadrilateral is equal to 360 degree. എല്ലാത്തിൻ്റെയും 360 ഡിഗ്രി അല്ലാട്ടോ, ഒരു പോളിഗണിന്റെ മൊത്തം അല്ല, ക്വാഡ്രിലാറ്ററലിന്റെ മാത്രമാണ് 360 ഡിഗ്രി. ഇത് ഓർത്ത് നോക്കുക. ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഈ സമ്മതി ഇവിടെ തന്നെ എഴുതിക്കോ. ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ, ക്യൂ എന്നിട്ടിരിക്കുന്നത് ക്വാഡ്രിലാറ്ററൽ ആണ്, നിങ്ങൾ എഴുതുമ്പം ഫുൾ ആയിട്ട് എഴുതണം 360 ഡിഗ്രി. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് ഒരു ബോക്സ് വരച്ചിടുക, കാരണം ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഞാനിപ്പോ പറഞ്ഞു ഇത് ക്വാഡ്രിലാറ്ററലിന്റെ കേസ് മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പെന്റഗണിന്റെ ആണെങ്കിൽ ഉള്ളിലുള്ള ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? പെന്റഗണിന്റെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? പെന്റഗണിന്റെ ആംഗിൾ സം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. പെന്റഗൺ മാത്രമല്ല എല്ലാത്തിൻ്റെയും അതിനൊരു ഇക്വേഷൻ ആണ് ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ പറഞ്ഞാൽ എന്താ? അത് n-2 into 180 എന്ന് പറയും കേട്ടോ. n-2 into 180 എന്ന് പറയും. നോക്കിക്കേ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ആണ്. n is equal to number of sides. n is equal to number of side. അപ്പൊ ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 5. 5 മൈനസ് 2 ഇൻറ്റു 180 എന്ന് വെച്ചാൽ എത്ര വരും? 5 ന് 2 പോയാൽ 3. 3 ഇൻറ്റു 180 540. അപ്പൊ നോക്കിക്കേ, ഇതേപോലെ ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ഈസ് ഈക്വൽ ടു 540 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. 540 ഡിഗ്രി. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോളിഗൺ കിട്ടിയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആംഗിളിന്റെ സം മൊത്തം കൂടെ കൂട്ടുമ്പോൾ 360 ഡിഗ്രി ആണെന്ന് കിട്ടി. ക്വാഡ്രിലാറ്ററലിന്റെ കാര്യത്തിൽ 360 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 50 പ്ലസ് 130 പ്ലസ് 120 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 360 എന്ന് കിട്ടി. ഇത് നോക്കിക്കേ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തേ. 130 പ്ലസ് 120 പ്ലസ് എന്ത് ചെയ്യണം? 50 ചെയ്യണം. നമുക്ക് എന്തെന്ന് കിട്ടും? 300 കിട്ടും. നോക്കിയേ, 300 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് എന്ത് പിള്ളേരെ? 360 അല്ലേ? ഇനി എക്സ് കണ്ടുപിടിക്കണ്ടേ? എക്സ് ഈസ് ഈക്വൽ ടു 360. ഈ കിടക്കുന്ന 300 അപ്പുറം വരുമ്പോൾ മൈനസ് 300 ആയി. സോ എക്സ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമുക്ക് ആൻസർ വരും കേട്ടോ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ഒരു ഇക്വേഷനും കൂടെ ഓർത്ത് വെച്ചു. n-2 into 180. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? ഒന്ന് നോക്കിയേ. ഇവിടെ വൈയുടെ ഇവിടെ ഒരു ആംഗിളും തന്നിട്ടില്ല. 90 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയത്തുമില്ല അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ലീനിയർ പെയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ലീനിയർ പെയർ നമ്മുടെ സ്ട്രെയിറ്റ് ആംഗിൾ വെച്ചിട്ട് അല്ലെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഒരു പോയിന്റ്, ഇത് ഇങ്ങനെ ഒരു ലൈൻ, പെർപെൻഡിക്കുലർ ലൈൻ വരികയാണ്. ഇവിടെയും എന്തുണ്ട്? നമുക്ക് ആംഗിൾസ് ഉണ്ട്. ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇതും 90 ഡിഗ്രി ആയിരിക്കും. കാരണം 180നെ ഹാഫ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാൽ അവിടെ ഇത് വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ. അപ്പൊ നമുക്ക് എക്സ് പ്ലസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാ? 180 ആണ് അല്ലെ? 180 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ ഇപ്പൊ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 180 മൈനസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് ഇവിടെ എന്ത് കിട്ടി വാല്യൂ?
എക്സിന്റെ വാല്യൂ 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ സെഡും കൂടെ കണ്ടുപിടിക്കണം. സെഡ് പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. നിങ്ങൾ ഇവിടെ എഴുതി വെക്കണം, ലീനിയർ പെയർ എന്ന് എഴുതി വെക്കണം കേട്ടോ, ലീനിയർ പെയർ എന്ന് എഴുതി വെക്കണം. അതേപോലെ ഇവിടെ സെഡ് കാണാനായിട്ട് എന്ത് ചെയ്യണം, 180 മൈനസ് 30 ചെയ്യണം, 150 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 150 ഡിഗ്രി എന്ന് കിട്ടി. ഇനി വൈയുടെ അവിടെ നമുക്കൊന്നുമില്ല. നമ്മൾ എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതിൽ എന്ത് പറയുന്നുണ്ട്, എന്താണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിൾസും കൂടെ കൂട്ടിയാൽ മതി നമുക്ക് വൈയുടെ ആംഗിൾ കിട്ടും. ഇപ്പൊ എന്ത് ചെയ്യണം, y ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, 30 പ്ലസ് 90 ചെയ്യണം, 120 ഡിഗ്രി എന്ന് കിട്ടും. സോ y എന്ന് പറയുന്നത് 120 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് അല്ലേ. എക്സ് കണ്ടുപിടിച്ചു 90, സെഡ് കണ്ടുപിടിച്ചു 150 ആൻഡ് വൈ കണ്ടുപിടിച്ചു 120. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിക്ക്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 90 പ്ലസ് 150 പ്ലസ് 120. നമുക്ക് എത്ര ആൻസർ വരുന്നേ, 150 120 360 ഡിഗ്രി തന്നെയാണ് നമുക്ക് ആൻസർ വരുന്നത്. കണ്ടോ, അപ്പൊ അതേ എന്താ എക്സ്റ്റീരിയർ ആംഗിൾ, ഇത് വേറെ ഒന്നുമല്ല, ഒന്ന് ചിന്തിച്ച് ആൻസർ ഇതിന് 360 വരുള്ളൂ. കാരണം എന്താ, ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ എത്രയാ, 360 ആണ്. നമുക്ക് 360 എന്ന ആൻസർ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഴയ ക്ലാസ്സുകളിൽ 7 പഠിച്ചിട്ടുണ്ട്, ആംഗിൾ, ലീനിയർ പെയർ, അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അങ്ങനെയുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ബുക്ക് മറിച്ച് നോക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ആംഗിൾസും പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഡബ്ല്യു തന്നിട്ടില്ല, ഡബ്ല്യുവിന്റെ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. കൃത്യം 90 ഡിഗ്രി ആണോ എന്ന് ചോദിച്ചാൽ 90 ഡിഗ്രിയും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എ ആയിട്ട് എടുക്കുവാണ്. എ ആയിട്ട് എടുത്തു. എ ആയിട്ട് എടുത്തിട്ട് ഉള്ളിലുള്ള ആംഗിൾസിനെ കണ്ടുപിടിക്കാലോ. ഉള്ളിലുള്ള ആംഗിൾസിനെ കണ്ടുപിടിക്കത്തില്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ദ സം ഓഫ് ഇന്റീരിയർ, ഉള്ളിലുള്ള ആംഗിൾസ് ഒരു ക്വാഡ്രിലാറ്ററലിന് 360 ഡിഗ്രി ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 360 ഡിഗ്രി വന്നാൽ പോരെ. അപ്പൊ നോക്കിക്കേ, 60 പ്ലസ് എ പ്ലസ് 120 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി. ഇപ്പൊ നോക്കിക്കേ, ഇതിൽ എ കാണണം, 120 നോക്കിയേ, 120 നമുക്ക് 60 ഉണ്ട്, 80 ഉണ്ട്, നമുക്ക് 260 എന്ന് കിട്ടും. നോക്കിയേ, 260 പ്ലസ് എ ഈസ് ഈക്വൽ ടു 360. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്, 360 നിന്ന് 260 കുറയണം, നമുക്ക് ഉത്തരം 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ എ എന്ന് പറയുന്നത് 100, ഇത് 100 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം ഇത് കിട്ടിയെങ്കിൽ ഡബ്ല്യു കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എളുപ്പത്തിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേപോലെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പൊ ഞാൻ ബോർഡ് ഒന്ന് റബ്ബ് ചെയ്യുവാണ്. നമ്മളെ ഈ ഒരു മെത്തേഡിൽ എന്ത് കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു. എ നമ്മള് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ, ബാക്കിയുള്ളത് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നമുക്ക് 100 എന്ന് കിട്ടിയിട്ടാ, 100 ഡിഗ്രി എന്ന് കിട്ടി, നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കിക്കേ, ആദ്യമേ എക്സ് നോക്കാം. നമ്മുടെ ലീനിയർ പെയർ വെച്ചിട്ട് എക്സ് പ്ലസ് 120 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, 180 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 120 നമുക്ക് കിട്ടും അല്ലെ. ലീനിയർ പെയർ എഴുതി വെച്ചു. നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി y പ്ലസ് 80 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇപ്പൊ നോക്കിക്കേ, y പ്ലസ് 80 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ y ആണെങ്കിൽ എത്ര വരും,
180 മൈനസ് 80 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി എന്ന് കിട്ടി. 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നേരെ സെഡ് കണ്ടുപിടിച്ചേ. സെഡ് പ്ലസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് എന്താണ്? 180 നിന്ന് എന്ത് കുറയ്ക്കണം? 60 കുറയ്ക്കണം. 120 ഡിഗ്രി എന്ന് കിട്ടി. ഇപ്പൊ നോക്കിക്കേ, 60 ഡിഗ്രി, 100 ഡിഗ്രി, 120 ഡിഗ്രി. W കാണാൻ എന്ത് ചെയ്യണം? W പ്ലസ് 100 ഈസ് ഈക്വൽ ടു 180. സോ W ഈസ് ഈക്വൽ ടു 180 മൈനസ് 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അവിടെ 80 ഡിഗ്രി എന്നും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. നോക്കിയപ്പോ 60 പ്ലസ് 100 പ്ലസ് 120 പ്ലസ് 80. നോക്കിയേ എത്രയൊക്കെ? 60, 100, 120, 80 എത്ര വരും നോക്കിക്കേ? 100 പ്ലസ് 60 160 പ്ലസ് 120 പ്ലസ് 80 360. ഇങ്ങനെ 360 ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എപ്പോഴും നമുക്ക് എന്താണ് വരിക? 360 ഡിഗ്രി ആണ് വരിക. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഒരു പോളിഗണിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും വരിക. ഓക്കെ, നമ്മുടെ CC+ല് 1-to-1 ട്യൂഷൻസ് നമ്മളെ എല്ലാ പ്രാവശ്യവും കൊടുക്കും. നമ്മുടെ ഹൈലൈറ്റ് ആണ് 1-to-1 ട്യൂഷൻ അല്ലേ. അപ്പൊ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്ത് പോകാം. നിങ്ങളുടെ ഇഷ്ട സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്. നിങ്ങൾക്ക് ഇപ്പൊ മാത്സ് പഠിക്കുന്ന സമയമാണ്, ഇപ്പൊ പറയാണ് മിസ് ഇന്ന് എനിക്ക് മാത്സ് ക്ലാസ് ആണെങ്കിൽ മിസ് ആ ടൈമിൽ ഉണ്ടാവും. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ഡൗട്ട്, നിങ്ങൾക്ക് സ്കൂളിലാവുമ്പോഴാണല്ലോ ഒരു മടി, എന്ത് ചെയ്യണം, അയ്യോ എല്ലാവരും കേൾക്കുവോ, ഞാൻ എന്താ പറയാ പൊട്ടത്തരൊക്കെയാണോ ചോദിക്കുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നാറുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാതെ നമുക്ക് ഡൗട്ടൊക്കെ ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് 1-to-1 സെഷൻസ് അവൈലബിൾ ആണ്. CBSEക്കും സ്റ്റേറ്റിനും ICSEക്കും ഒക്കെ നമ്മൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 9496949929 വിളിച്ച് എൻക്വയറി നടത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ.